ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളുള്ളത് കനകക്കുന്നില്ല. കനകക്കുന്നിൽ എന്തോടാ വിശേഷം? ഇതിൽ KSRTC ട്രാൻസ്പോർട്ട് ഒരു എക്സിബിഷനാണ്. അതെ, KSRTCയുടെ ട്രാൻസ്പോർട്ട് എക്സിബിഷൻ. അപ്പോൾ അത് കാണാനായിട്ട് വന്നതാണ്. ഞായറാഴ്ചയാണ്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം എന്താണ് പരിപാടി എന്നുള്ളത്. ഒരുപാട് ബസ്സുകളൊക്കെ ഇറക്കിയിട്ടെന്ന് പറഞ്ഞു അല്ലേ? പുതിയതരം ബസ്സുകൾ, കളിപ്പാട്ട കളക്ഷൻ. അത് തന്നെ, മന്ത്രിയുടെ കളിപ്പാട്ടം എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് കണ്ടാലേ. നെറ്റിപ്പട്ടം വെച്ച KSRTC, ആൻറ്റി KSRTC പഴയ അവിടെ കൊട്ടാരക്കരയിൽ വണ്ടിയാണ് കേട്ടോ. അപ്പൂപ്പൻ ബസ്, കൊട്ടാരക്കരയിൽ വണ്ടിയാണ്. അതാണ് അപ്പൂപ്പൻ ബസ്. ഇത് നമ്മളെ പഴയ രാജാക്കന്മാരുടെ കയ്യിൽ വന്ന സ്ഥലമാണ്. രാജാവിൻ്റെ ഗസ്റ്റ് ഹൗസ് കനകക്കുന്ന് കൊട്ടാരം. എന്താണെന്ന് തോന്നുന്നു. പുറത്തുനിന്ന് വിസിറ്റേഴ്സ് വരുമ്പോൾ ഇവിടെയാണ്. അതെ തന്നെ. വിസിറ്റേഴ്സിനെ താമസിക്കാൻ പറ്റിയിരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ കാണുന്നത് അവിടെ എന്താ ക്ലാസ് കിടക്കുകയാണ്. സംഭവം ഫസ്റ്റ് എയ്ഡിന് എന്തോ ഒരു ക്ലാസ് ഉണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ കേൾക്കുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ അടുത്ത് എത്താറായി. ബസ്സിൻ്റെ എഞ്ചിനാണ് കേട്ടോ. 6 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ. ഇത് ഗിയർ ബോക്സ് അല്ലേ? ഇത് ഗിയർ ബോക്സ് ആണ്, വണ്ടിയുടെ ഗിയർ ബോക്സ്. ഇത് ബേസ് ആണ്. അത് കഴിഞ്ഞിട്ട് 2 സ്റ്റെപ്പ് നമ്മൾ ടെലിസ്കോപ്പിക് പിസ്റ്റനാണ്. ഒരു സ്റ്റെപ്പ് തള്ളി അത് കഴിഞ്ഞിട്ടാണ് ഇത്രയും ഹൈറ്റിന്റെ ആവശ്യം ഒരു വണ്ടി വാഹനത്തിനും ഇല്ല. ആണെങ്കിലും ടാങ്കർ ലോറി ഹൈറ്റ് കൂടുതലാണ്. നമുക്ക് ടാങ്കർ ലോറി ഉണ്ട്. അപ്പൊ ടാങ്കർ ലോറിക്ക് കൂടി കണക്കാക്കി ചെറിയ ബസ്സുകൾ ടാങ്കർ ലോറിക്ക് എന്ന് പറഞ്ഞാൽ ലോ ഫ്ലോർ ബസ്സിൽ നിന്ന് മുതൽ ഹൈറ്റ് കൂടിയ ബസ്സിന് വരെ ഇത് യൂസ് ചെയ്യാൻ ആയിട്ട് പറ്റും. മൾട്ടി പർപ്പസ് മൾട്ടി യൂസ് ആയിട്ട് ചെയ്തതാണ്. യുണീക്ക് ആയിട്ടുള്ള സാധനം. എന്റെ പേര് ഷാൻ. സ്മാർട്ട് ഇന്നോവേഷൻസ് ആണ് എനിക്ക്. ചേട്ടൻ ഡെവലപ്പ് ചെയ്ത സാധനം. അവര് ഇപ്പൊ കാണിച്ച സംഭവമില്ലേ, അത് 5 ലക്ഷം രൂപ പുറത്ത് വിലയുള്ള സാധനം അവരുടേതായ ഐഡിയ സ്ക്രാപ്സ് വെച്ച്, അതായത് KSRTC സ്ക്രാപ്പ് വെച്ച് 37,000 രൂപയ്ക്ക് ചെയ്തിട്ടുള്ള സംഭവമാണ് കേട്ടോ. പിസ്റ്റണും പമ്പ് മാത്രം അവർ പറഞ്ഞില്ലേ, പിസ്റ്റണും പമ്പ് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ. ബാക്കിയെല്ലാം അത് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തതാണ്. കൊള്ളാം കേട്ടോ പരിപാടി. ഇത് അവിടെ ഉണ്ടാ, അവിടെ ഉണ്ട്. നമ്മളെ ഇടവഴി കെട്ടിയത് മെയിൻ റോഡിൽ കയറി, ഇത് അവിടെ താഴെ ഉണ്ട്. ടോയ് ഗാലറി. ഗൈസ്, ഈ കാണുന്നത് നമ്മളെ മന്ത്രി ഗണേഷ് കുമാറിന്റെ ടോയ് ഗാലറിയാണ് കേട്ടോ. ഒരുപാടുണ്ട് കേട്ടോ, 1-2 അല്ല. ഈ സെക്ഷൻ എന്ന് പറയുന്നത് റിമോട്ട് കൺട്രോളിന്റെ സെക്ഷനാണ് കേട്ടോ. അതായത് റിമോട്ട് കൺട്രോൾ ടോയ്സ് ഒക്കെ വരുന്നില്ല, അതിന്റെ സെക്ഷനാണ്. അതിന്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഓട്ടിച്ചൊക്കെ കളിക്കാം. ഇവിടെ പിള്ളേരൊക്കെ ഓട്ടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ കാണുന്ന ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന അവരുടെ KSRTC ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു മിനിയേച്ചറാണ് കേട്ടോ. അതിൻ്റെ ഒരു എക്സിബിഷൻ സ്റ്റോളാണ് ഈ കാണുന്നത്. ഗൈസ്, ഇത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഡ്രൈവിംഗ് സ്കൂളാണ്. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഒരു സെക്ഷനാണിത്. അപ്പോൾ ഇവിടെ പഠിക്കുന്നതിന് 11,000 രൂപയാണ്. കാറും ബൈക്കും കൂടെ ആണെങ്കിൽ 11,000 രൂപയ്ക്ക് നമുക്ക് പഠിക്കാം. ഒരു ദിവസം ഒരാൾക്ക് അരമണിക്കൂറാണ് ക്ലാസ് ഉള്ളത്. ഇപ്പോൾ 2 വീലറിനാണെങ്കിൽ അരമണിക്കൂർ, കാറിനാണെങ്കിൽ അരമണിക്കൂറാണ് നമ്മൾ ക്ലാസ്. അപ്പോൾ 30 ദിവസത്തിൽ 5 ദിവസം കാറിനാണെങ്കിൽ സിമുലേറ്റർ ക്ലാസ് കൊടുക്കും.
ബാക്കിയുള്ളത് നമ്മൾ റോഡ് ഗ്ലാസും ടീയും, എച്ച് ആണെങ്കിൽ എച്ച്, ഹെവി ആണെങ്കിൽ ടീയും എന്നാണ് നമ്മൾ 30 ദിവസത്തെ ക്ലാസ്. ആക്ച്വലി ഇതാണ് സിമുലേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ കാർ പഠിക്കാൻ വരുമ്പോൾ നമ്മൾ ഇതിൽ പഠിക്കാം. ബസ് എടുക്കാം. നമുക്ക് കാറിലാണ് സിമുലേറ്റർ ആ ഓക്കെ ഓക്കെ ശരി ശരി ശരി. ഇത് നമുക്ക് ഇനി അറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫസ്റ്റ് ഇടുമ്പോൾ അവിടെ ഫസ്റ്റ് ഇടും. ക്ലച്ച് ചവിട്ടിയിട്ടുണ്ടോ ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ടോ എന്നും അറിയാൻ ഓക്കെ അങ്ങനെയുണ്ട്. അതേപോലെ ഹാൻഡ് ബ്രേക്കിന്റെ ഇതാണെങ്കിൽ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്. വണ്ടി ഇറങ്ങി പോകുന്ന ലൈൻ നോക്കി അവർക്ക് ഏത് ട്രാക്കിൽ കൂടിയാണ് പോകണ്ടേ, പതുക്കെ പോകണമെങ്കിൽ പതുക്കെ പോവാം. പിന്നെ ഇതിൽ നമുക്ക് മാർക്ക് എല്ലാം സ്കോർ ചെയ്യാൻ ഉണ്ട്. ഒരാൾ ഓടിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ അതെ സ്റ്റിയറിംഗ് കട്ടായി പോകുന്ന അല്ലെങ്കിൽ ഒരു വേറെ വണ്ടി തട്ടുകയാണെങ്കിൽ സ്റ്റിയറിംഗ് ഇങ്ങനെ കിടന്ന് വെട്ടും. അപ്പൊ അവർക്ക് വണ്ടി തട്ടുന്നുണ്ടോ അതിന് ഫീൽ അറിയാൻ പറ്റും. നമ്മളിങ്ങനെ ഓടിക്കുന്ന രീതിയിൽ തന്നെ ഒരു വണ്ടി ഇങ്ങനെ പോകുന്ന പോക്കിന് നേരെ പോയി തട്ടുകയാണെങ്കിൽ സ്റ്റിയറിംഗ് ഇങ്ങനെ കട്ടാവും. അപ്പൊ ഇനി വീട് കഴിഞ്ഞാലും അവിടുന്ന് പിന്നെ എടുക്കാൻ കഴിയില്ല, പിന്നെ എസ്കേപ്പ്. അപ്പൊ വീഴുന്നില്ല. അപ്പൊ നമ്മള് ഇനി നമുക്ക് എടുക്കണമെങ്കിൽ തട്ടി എവിടെയെങ്കിലും മറിഞ്ഞ് എസ്കേപ്പ് അടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതിന്റെ റിസൾട്ട് വരാൻ പറ്റും. ഒരാളപ്പോ എത്രമാത്രം ദിവസത്തിന് വ്യത്യാസം വന്നു അവർക്ക് അറിയാൻ പറ്റും. അപ്പൊ ഗിയർ ചേഞ്ചിങ് അവർ പഠിച്ചോ ഇല്ലയോ എന്ന് അവർക്ക് തന്നെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇവിടെ എന്താണ് സംഭവം? ഇത് പഴയ ഡബിൾ ഡെക്കർ. ഇത് പഴയ പച്ച വണ്ടി, കാലങ്ങൾക്ക് മുന്നേ കണ്ട വണ്ടി. അനന്തപുരി ഇത് നമ്മളെ ഇടയ്ക്ക് കുറെ ആളുണ്ടായിരുന്നു. ശരിയാണ്. ഈ സൂപ്പർ മാർക്കറ്റ് പ്രിയ സുഹൃത്ത് ഇവൻ വഴി കൊടുത്തു വിടാം. ഇത് ലോജിസ്റ്റിക്സിന്റെ പരസ്യമാണ്. ഇത് നമ്മുടെ സ്വിഫ്റ്റ്. ഇത് പഴയ വണ്ടിയാണ്. അതിനേക്കാൾ പഴയ വണ്ടി. പഴയ വണ്ടി ഫസ്റ്റ് കാലഘട്ടം. ഇപ്പോഴുണ്ട് കേട്ടോ ശബരി. ആക്ച്വലി ഇതെന്ന് പറയുന്നത് നമ്മളെ ചെറിയ ചെറിയ കടകൾ പോലത്തെ സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തരം വെഹിക്കിളാണ്. അപ്പോൾ വെഹിക്കിളിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ബോക്സ് ആണ് സംഭവം. അത് നമുക്ക് മറ്റേ കൂട്ടത്തിൽ തന്നെ കൊണ്ട് നടക്കാൻ പറ്റും. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് കുറേ കാറുകളാണ്. കുറേ കാറുകൾ, പഴയ കാറും പുതിയ കാറും റേഞ്ച് റോവർ വരട്ട്. പിന്നെ ആണെങ്കിൽ റോൾസ് റോയ്സ് ഉണ്ട്, ബെൻസ് ഉണ്ട്, ഉണ്ട്. ഇല്ലാത്തതൊന്നുമില്ല. ഓ ഇത് കേരള ഓട്ടോമൊബൈൽസിന് പറ്റിയിട്ട്, അതായത് നമ്മളെ ഗവൺമെന്റിന്റെ തന്നെ സ്ഥാപനത്തിന്റെ വണ്ടികളാണ് കേട്ടോ. ഇത് ഓട്ടോ, ഇലക്ട്രിക് ഓട്ടോ, ഗ്രീൻ സ്ട്രീം ഇലക്ട്രിക് ഓട്ടോ. ഇലക്ട്രിക്കലാണോ ഇത്? ഇല്ലേ, കണ്ടിട്ട് ഇലക്ട്രിക് അല്ലേ തന്നെ തന്നെ തന്നെ. ഇത് മിനി കാർട്ട്, ബാറ്ററി യൂണിറ്റ്. ഇത് മിനി കാർട്ട്. ഓ ഇത് ഗാർബേജ് കൊണ്ടുപോകുന്ന വണ്ടിയാണ് കേട്ടോ. ഗാർബേജിന്റെ ബാക്ക് സൈഡൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. കമ്പാർട്ട്മെന്റ്. ഗൈസ് നമ്മളങ്ങനെ കാറിൻ്റെ സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. 1983 വില്ലീസ് ഓവർലാൻഡ് ഹറിക്കെയിൻ പെട്രോൾ എൻജിൻ. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് കേട്ടോ. ഇടതുവശത്താണ് എൻ്റെ ഡ്രൈവിംഗ് സീറ്റ് വരുന്നത്. സ്റ്റിയറിംഗ് എല്ലാം അവിടെ കൊള്ളാം കേട്ടോ. ഒരു കലയായിരിക്കും, രാജകലയായിരിക്കും. എല്ലാ കുന്നിൻ്റെ മണ്ടിലേക്ക് കയറി പോയില്ലേ. 4 വീൽ ഡ്രൈവ് ആണ്. 4 വീലും കറങ്ങും. പിന്നെ ഉള്ളത് പഴയ KL1S 5124. ഇത് ബെൻസ്. ഓടി. ഓ ഇത് കാണാനല്ലേ ഒരു ചന്തം തന്നെ കേട്ടോ. ഇത്
പക്ഷെ ആ ലുക്ക് ഉണ്ട് അടിപൊളി. ബാക്ക് ഇങ്ങനെ വളഞ്ഞ് ആ അതൊരു ആ ബാക്കൊക്കെ താന്ന് വന്നിട്ടേ. അങ്ങനെയാണ് കൂപ്പേ ഇത് അടുത്ത ഓടി. പക്ഷെ ആ സംഭവം കൊള്ളാം, ആ ചോപ്പ് വണ്ടി കൊള്ളാം. അതുപോലെ തന്നെ അടുത്ത ഓടി, അടുത്ത പോർഷെ. ഓ ഇതൊക്കെ അടിപൊളി. ആ പോർഷെ 700 2024 ഇറങ്ങിയ വണ്ടിയാണത്. ടെർബോ ഫ്ലാറ്റ് 4 എഞ്ചിൻ. ഇത് റോൾസ് റോയ്സിന്റെ ഗോസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. റോൾസ് റോയ്സിന്റെ ഗോസ്റ്റ് സീരീസ്. അടിപൊളി. അടുത്ത നമുക്ക് ഇവിടെ കാണുന്ന പറഞ്ഞാൽ അടുത്ത KRV ക്ലബ് MD 1976 മാസ്റ്റേഴ്സ് ബെൻസ് ആണ് കേട്ടോ. മലബാറിലേക്കും സർവീസ് ആരംഭിച്ചു. സർക്കാർ ഉടമസ്ഥതയിലേക്ക് മാറുകയും തുടർന്ന് വണ്ടിക്ക് ഹൈറ്റ് കുറവാണ്. സംഭവം കൊള്ളാം. നിലവിൽ വന്നതോടെ ചെറിയ വണ്ടി അല്ലേ, നാനോ വണ്ടി പോലത്തെ വണ്ടി. മോറിസ് മിനി മോക്ക് അതാണ് വണ്ടിയുടെ പേര്. അന്നു മുതൽ ഇന്ന് വരെ ഇത് നമ്മളിപ്പോൾ കാണുന്നതാണ് ISROയുടെ സംഭവം കേട്ടോ. ഇത് വികാസ് എഞ്ചിൻ നമ്പി നാരായണൻ വികസിപ്പിച്ചെടുത്തതാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ലോക്കൽ പ്രശ്നം. ഇത് നമ്മളെ സാറ്റലൈറ്റ്സ് രോഹിണി, ഭാസ്കര, ആര്യഭട്ട, കാർട്ടോ സ്റ്റാച്ചു. നമ്മളവിടെ നിന്ന് ഇറങ്ങി അടുത്ത കാണുന്ന സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആന വണ്ടികളുടെ നിരയായിട്ടുള്ള ഒരു ഏരിയയാണ്. നമുക്ക് ഇതിനകത്ത് കയറി നമ്മൾ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നമുക്ക് അകത്ത് കയറി നോക്കാം. ഇത് KSRTCയുടെ വോൾവോ വണ്ടിയാണ്. വോൾവോ. ചേട്ടാ അകത്ത് കയറാവോ? ആ സ്ഥലമുണ്ടല്ലോ. ഓക്കെ, ഇത് സെമി സ്ലിപ്പ് KSRTCയുടെ വണ്ടി. കൊള്ളാല്ലേടാ വണ്ടി? ഗൈസ്, മന്ത്രി ഗണേഷ് കുമാർ അവിടെ ഉണ്ട്. അതെ, നമ്മൾ വിഷലെടുക്കാൻ വന്ന പുള്ളി അവിടെ ലൈവ് എന്തോ കൊടുത്തോണ്ടിരിക്കുന്നത്, ക്ലിപ്പ് എന്തോ കൊടുത്തോണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? കൊള്ളാം. ഫ്രീ ആയിട്ടിരിക്കുക, ടിക്കറ്റ് എടുക്കാതിരിക്കുക. നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ, നല്ല വണ്ടി. അതെ, ഇവിടെ വരുമ്പോൾ നമുക്ക് എമർജൻസി വിൻഡോ ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തൈ സപ്പോർട്ട് ഇല്ല, ബാക്കി എല്ലാം തൈ സപ്പോർട്ടുണ്ട്. തൈ സപ്പോർട്ട് എല്ലാത്തിലും KSRTC ലേബൽ ചെയ്തിട്ടുണ്ട്. ഇത് അടുത്ത വണ്ടിയാണ് കേട്ടോ. ചാർജിങ് സോക്കറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് കാല് വയ്ക്കാനുള്ള ടൈ റെസ്റ്റ് ഒന്നുമില്ല. പുഷ് ബാക്ക് സീറ്റ് അല്ലേടാ? ആ, പുഷ് ബാക്ക് സീറ്റാണ്. ഇവിടെ നമുക്ക് ബാക്കിലിരിക്കുന്ന സമയത്തുള്ള വിഷ്വൽ ഇതാണ് കേട്ടോ. ഓ, അപ്പുറത്ത് ആ സൈഡിൽ പുഷ് ബട്ടൺ ആണ്. ഓ, നീല. ഈ സൈഡിലാണെങ്കിൽ നീല, പക്ഷെ ആ സൈഡിൽ മറ്റേ പുഷ് എന്നുള്ള സംഭവം. എമർജൻസി എക്സിറ്റ് ഇവിടെ ഉണ്ട്. ഈ സൈഡിൽ എമർജൻസി എക്സിറ്റ് ആണ്. USB ഉണ്ട്, അഡാപ്റ്റർ ഉണ്ട്. TV ഉണ്ട്. സമയം നോക്കാൻ ഒരു LED ക്ലോക്ക് ഉണ്ട്. കമോൺ ഗൈസ്, ഇനി നമുക്ക് നെക്സ്റ്റ് ബസ്സിലേക്ക് കയറാം. അടുത്ത നമ്മൾ ലിങ്ക് ബസ്. ഇത് കണക്ടിവിറ്റി ബസ് ആണ് അല്ലേ? ആണെന്ന് തോന്നുന്നു. ഇതും കൊള്ളാം. സാധാ ബസ്, ലിങ്ക് ബസ്. വണ്ടി കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്. നോർമൽ സീറ്റിംഗ്, നോർമൽ ബസ്. അടുത്ത വണ്ടിയാണ് ഫാസ്റ്റ് പാസഞ്ചർ. കളർ കോമ്പിനേഷൻ കൊള്ളാം കേട്ടോ, അടിപൊളി. ഫാസ്റ്റ് പാസഞ്ചർ
ഡ്രൈവർ ക്യാബിൻ. മറ്റു വേണ്ടി ലിങ്ക് ബസ് പോലെ തന്നെ ഇതിൽ ഒരു സൈഡിൽ വരുമ്പോൾ 3 സീറ്റുണ്ട്, ഈ സൈഡിൽ വരുമ്പോൾ 2 സീറ്റുണ്ട്. ഗൈസ് ഫാസ്റ്റ് പാസഞ്ചറിൽ TV ഉണ്ട്. മറ്റേ ലിങ്ക് ബസ്സിനെക്കാട്ടി പ്രത്യേകത എന്ന് പറയുന്നത് ഈ സൈഡിൽ 3 സീറ്റുണ്ട്. 2-2 ഇതിലാണെങ്കിൽ 3-2. സ്പേസ് ഓറാണ്. പിന്നെ TV ഉണ്ടോ എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. CCTV ഉണ്ട്. നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം. ഇതും 3/2 തന്നെയാണ്. ഒരു സൈഡ് 3, ഒരു സൈഡ് 3, ഒരു സൈഡ് 2. TV ഉണ്ട്, ക്യാമറ ഉണ്ട്. മണിക്ക് വ്യത്യാസമുണ്ട്. നേരത്തെ ടോക്ക് ആയിരുന്നു, ഇപ്പൊ ടിങ് ടിങ് ആണ്. ഇതാണ് സ്ലീപ്പർ. ഇത് സംഭവം കൊള്ളാടാ. 2 പേർക്ക് കിടക്കാം. 2 പേർക്ക് കിടക്കാം. ഗൈസ് ഇത് സ്ലീപ്പറിന്റെ ഇൻസൈഡ് ആണ്. സംഭവം കൊള്ളാം. നമുക്കിത് ഇങ്ങനെ ഇവിടെ കിടക്കാം. ഇതിന്റെ മേളിലുണ്ട് കേട്ടാ. 2 പേർക്കാണ്. ആ സൈഡ് വരുമ്പം 1, ഈ സൈഡ് 2, അങ്ങനെ മേളിലും താഴെയായിട്ട്. വാട്ടർ ബോട്ടിലൊക്കെ വെക്കാനുള്ള സ്പേസ് ഒക്കെ ആണ്. പക്ഷെ നമുക്ക് ചാർജിങ് പോയിന്റ് ഇല്ലല്ലോ. ചാർജിങ് പോയിന്റ് ഉണ്ട്. ചാർജിങ് പോർട്ട് ഉണ്ട്. ഇവിടെ ചാർജിങ് പോർട്ട് ഉണ്ട്. എങ്ങനെ ഉണ്ടാകുമ്പോഴി കൊള്ളാം. കുറച്ചു നേരം ഇവിടെ ഉറങ്ങിയ പ്രകാശാണ് നിർമ്മിച്ചേക്കണ വണ്ടി. ഗൈസ് അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഏഷ്യറിന്റെ വണ്ടിയാണ്. നോൺ AC ഓർഡിനറി ബസ്സസ് ആൻഡ് അല്ലാത്ത ഇതെല്ലാം ഓർഡിനറി ബസ്സസ് ആണ്. ഏഷ്യറിന്റെ വണ്ടി. പണ്ട് സ്കൂൾ ബസ് പോലത്തെ വണ്ടി, നമ്മുടെ പഴയ സ്കൂൾ ബസ് വണ്ടി. അതിന്റെ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടിയിട്ടുള്ള KSRTCയുടെ പുതിയ വണ്ടി. ആക്ച്വലി ഇതെല്ലാം നമ്മൾ ഒരു മാസം കൂടെ കഴിയുമ്പം ഇതെല്ലാം നിരത്തുകളിൽ ഓടി തുടങ്ങും. അതിന് വേണ്ടിയിട്ട് അവർ ഒരു എക്സ്പോ പോലെ നമ്മളെ എല്ലാവർക്കും ഇതെല്ലാം കണ്ട് പരിചിതമാക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് ഇറക്കി കാണിക്കുന്നതാണ്. ഇനി അടുത്ത പുതിയ വണ്ടികൾ ഇറങ്ങുമെന്നാണ് പറയുന്നത്. ആ വണ്ടികളുടെ എക്സ്പോയും ഉടനെ ഉണ്ടാവും. അത് നമ്മൾ നേരത്തെ അവിടെ നിന്ന് ഒരു ചേട്ടൻ പറഞ്ഞതാണ്. ഗൈസ് നമ്മുടെ ട്രാൻസ്പോയുടെ വിശേഷങ്ങൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. Till the next time, this is Anand Nair signing out from Sunday Travel Vlogs. Bye bye.